ഒരു മാലിന്യ തലക്കെട്ട് വാർത്തയ്ക്ക് കൊടുത്താൽ ആ വാർത്തയിൽ ലേഖകന്റെ പേര് വെക്കാൻ അദ്ദേഹം മനുഷ്യനായി പിറന്നവനാണെങ്കിൽ ലജ്ജിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് പുറത്തു പേര് പറയാൻ മടിയായതുകൊണ്ടാണ് ആ വാർത്തയിൽ മനോരമ ലേഖകൻ എന്ന് മാത്രം കൊടുത്തത് എന്ന് ആർക്കും ന്യായമായി സംശയിക്കാവുന്നതാണ്. കാരണം ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത് എന്നതിന്റെ ലോകാരംഭം മുതലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ തത്വങ്ങൾ ഏകപക്ഷീയമായി ലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരായ സാമ്പത്തിക ഉപരോധം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരായി പരമോന്നത നീതിപീഠത്തിന്റെ മുൻപാകെ കേരളം നിയമയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസ് പിൻവലിച്ചാൽ കേരളത്തിന് നിശ്ചിത തുക കടമെടുക്കാൻ അനുവദിക്കാം എന്ന ഓഫർ കേന്ദ്രം മുൻപോട്ട് വെച്ചു. എന്നാൽ ആ ഓഫർ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിയമയുദ്ധവുമായി കേരളം മുൻപോട്ട് പോയത്. ആ നിയമയുദ്ധത്തിൽ ആദ്യഘട്ടത്തിലെ ഐതിഹാസിക വിജയമാണ് ഇപ്പോഴുണ്ടായത്. സുപ്രീം കോടതിയുടെ കർശനമായ നിലപാടിന്റെ ഭാഗമായി 13,608 കോടി രൂപ കടമെടുക്കാൻ ഇപ്പോൾ കേരളത്തെ അനുവദിക്കേണ്ടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇത് കേരളത്തിന്റെ വിജയമാണ്, മലയാളികളുടെ അഭിമാന വിജയമാണ്. ദേശാഭിമാനി പ്രാധാന്യത്തോടെ സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിനെ കേരളം പൊരുതി നേടി എന്നു തന്നെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വിധി വന്ന ദിവസം കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓൺലൈൻ പതിപ്പുകളിൽ ഒരേ കേന്ദ്രത്തിൽ നിന്ന് ആലോചിച്ച് തലക്കെട്ട് നൽകിയതെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിധം ഒരേ വാക്കാണ് എല്ലാ വാർത്തയുടെയും തലക്കെട്ടിൽ നിറഞ്ഞു നിന്നത്. അത് കേരളത്തിന് ആശ്വാസം എന്നാണ്. മഹാവിജയം നേടുമ്പോഴും ആശ്വാസം എന്നേ പറയാവൂ എന്ന കാര്യത്തിൽ മലയാള മാധ്യമങ്ങൾക്ക് ഏക അഭിപ്രായമാണ്. ഇത്ര വലിയ ഒരു വിജയമുണ്ടായിട്ടും, അതും കേന്ദ്ര സർക്കാരിനെതിരെ ധീരമായി പോരാടി അവർ മുന്നോട്ട് വെച്ച ഉപാധികളെ സ്വീകരിക്കാതെ പോരാടി നേടിയ വിജയത്തെ അംഗീകരിക്കാൻ പോലും മലയാള മാധ്യമങ്ങൾക്ക് മനസ്സില്ല. മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിന്റെയും മീഡിയ വണ്ണിന്റെയും എല്ലാം ഓൺലൈൻ പതിപ്പുകൾക്ക് ഇത് വെറും ആശ്വാസം മാത്രമാണ്. എന്നാൽ വലിയ രൂപത്തിലുള്ള വിമർശനം നവമാധ്യമങ്ങളിൽ ഉയർന്നു വന്നു. മഹാവിജയത്തെ ആശ്വാസമെന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഭാഷാ നിയമമനുസരിച്ചാണ് എന്ന് ധാരാളം ആളുകൾ ചോദിച്ചു. എന്നിട്ടും പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മാധ്യമത്തിൽ സുപ്രീം കോടതിയിൽ കേരളത്തിന് ആശ്വാസം എന്ന് തന്നെ തലക്കെട്ട് കൊടുക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല. എന്നാൽ ഇക്കാര്യത്തിൽ മലയാള മനോരമയാണ് മാധ്യമത്തെയും പതിവ് പോലെ പരാജയപ്പെടുത്തിയത്. മനോരമ വാർത്തയിൽ മനോരമ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചു എന്നാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകന്റെ പേര് പത്രവായനക്കാരന് മനസ്സിലാക്കാനാവില്ല. അവിടെ മനോരമ ലേഖകൻ എന്നേ കൊടുത്തിട്ടുള്ളൂ. ന്യായമായും വായനക്കാർക്ക് സംശയിക്കാം, ഇങ്ങനെയൊരു പച്ചക്കള്ളം അഥവാ ദുഷ്ടബുദ്ധിയിൽ നിന്നുണ്ടായ ഒരു മാലിന്യ തലക്കെട്ട് വാർത്തയ്ക്ക് കൊടുത്താൽ ആ വാർത്തയിൽ ലേഖകന്റെ പേര് വെക്കാൻ അദ്ദേഹം മനുഷ്യനായി പിറന്നവനാണെങ്കിൽ ലജ്ജിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് പുറത്തു പേര് പറയാൻ മടിയായതുകൊണ്ടാണ് ആ വാർത്തയിൽ മനോരമ ലേഖകൻ എന്ന് മാത്രം കൊടുത്തത് എന്ന് ആർക്കും ന്യായമായി സംശയിക്കാവുന്നതാണ്. കാരണം ഒരു വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യരുത് എന്നതിന്റെ ലോകാരംഭം മുതലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. കേന്ദ്രം മുൻപോട്ട് വെച്ച വാഗ്ദാനത്തെ നിരാകരിക്കുകയാണ് കേരളം ചെയ്തത്. അവർക്കെതിരെ നിയമയുദ്ധം നടത്തുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഇടപെടലിന്റെ ഭാഗമായാണ് 13,608 കോടി രൂപ വായ്പയെടുക്കാൻ ഇപ്പോൾ അനുമതി ലഭിച്ചത്. എന്നാൽ അതിന് മലയാള മനോരമ പറയുന്നത് കേന്ദ്ര നിർദ്ദേശം കേരളം അംഗീകരിച്ചു എന്നാണ്. ഇത് കള്ളം. കേരളം പൊരുതി നേടിയതാണ്. സുപ്രീം കോടതിയിലെ കേസിന്റെ ഭാഗമായാണ് ഈ അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇത് മറ്റു പത്രങ്ങൾക്ക് വാർത്തകൾ എങ്ങനെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ തലക്കെട്ടോടെ റിപ്പോർട്ട് ചെയ്യാം എന്നതിന്
ഉദാഹരണമായി സ്വീകരിക്കാവുന്നതാണ്. ഇക്കാര്യത്തിൽ ഭേദപ്പെട്ട നിലയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മനോരമയുമായി താരതമ്യം ചെയ്താൽ മാതൃഭൂമിയാണ്. തലേ ദിവസം ഓൺലൈനിൽ കൊടുത്ത നെറികെട്ട തലക്കെട്ടിന്റെ പ്രായച്ചിത്തം എന്ന നിലയിലാവാം മാതൃഭൂമി ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിന് നൽകിയ തലക്കെട്ട് കേരളത്തിന്റെ പാതി വിജയം എന്നാണ്. ആശ്വാസം എന്നല്ല, വിജയമാണ്, പക്ഷെ ഒരു പാതി വിജയമേ ആയുള്ളൂ എന്ന് മാതൃഭൂമി പറയുന്നു. ഇക്കാര്യത്തിൽ മാതൃഭൂമിയോട് തർക്കിക്കേണ്ടതില്ല. കാരണം കേസിൽ അന്തിമ വിധി കോടതി പറഞ്ഞിട്ടില്ല. കേസ് തുടരുകയാണ്, കേസ് അവസാനിച്ചിട്ടില്ല. അപ്പൊ ആദ്യഘട്ടത്തിലെ മഹാവിജയത്തെ അങ്ങനെ അംഗീകരിക്കാൻ മാനസികമായ പ്രയാസമുള്ളവർ മാതൃഭൂമിയെ പോലെ പാതി വിജയം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച്, കേരളത്തെ കുറിച്ച് പാതി വിജയം എന്ന് മാതൃഭൂമി പറഞ്ഞാൽ അത് മഹാവിജയമാണ് എന്ന കാര്യത്തിൽ വായനക്കാർക്കും സംശയമുണ്ടാവില്ല. പക്ഷേ മനോരമയും മറ്റു മാധ്യമങ്ങളും ഈ കാര്യത്തിൽ പുലർത്തിയ കേരള വിരുദ്ധ നിലപാട് എക്കാലവും മലയാളി ഓർത്തിരിക്കേണ്ടതാണ്. മലയാളിയോടുള്ള പക കേവലം ഇടതുപക്ഷ വിരോധം കൊണ്ട് മാത്രമാണ് മനോരമയ്ക്കുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ മനോരമയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം എല്ലാ പത്രവായനക്കാർക്കും ലഭ്യമാകും.